നമസ്കാരം. പാർട്ടിയുമായി ഒരു വേള ഇടഞ്ഞു നിന്ന ഇ.പി. ഇന്നിപ്പോൾ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ എത്തിയിട്ടുണ്ട്. സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഇ.പി. വിട്ടുനിൽക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളുകളായി. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥിത്വം വരെ വളരെ നല്ലത് എന്ന് ഇ.പി. പറഞ്ഞു. പ്രകാശ് ജാവദേക്കറെ കണ്ടു എന്നീ തുടങ്ങിയ വിവാദങ്ങൾ ഇ.പി.യെ LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റി എന്നിങ്ങനെയുള്ള വിവാദങ്ങൾ കത്തി നിന്നു. ശേഷം ഇ.പി. ഒന്ന് രണ്ട് ചടങ്ങുകളിൽ ഡൽഹിയിലും അല്ലാതെയും പിണറായി വിജയനെയും മറ്റു പാർട്ടി നേതാക്കളെയും ഒക്കെ കണ്ടു, സംസാരിച്ചു, മഞ്ഞുരുകി വന്നു. ശരിയാണ്. ഒക്കെ കഴിഞ്ഞ് ഇതാ ഇപ്പോൾ ഇ.പി. മറ്റൊരു വിവാദത്തിലേക്ക് പെട്ടിരിക്കുന്നു. തൻ്റെ ആത്മകഥ താൻ അറിയാതെ താൻ എഴുതാത്ത ഭാഗങ്ങൾ പ്രസാധകർ പുറത്തുവിട്ടിരിക്കുന്നു എന്ന വിവാദം. ഏതായാലും DC ബുക്സിനെ പോലെ ഉള്ള ഒരു പ്രസാധക സംഘം ഒരിക്കലും ഇത്തരത്തിൽ ഒരു പ്രവൃത്തി ചെയ്യില്ല. കാരണം അദ്ദേഹം അറിയാത്ത ഒരു പേര്, അദ്ദേഹം നിർദ്ദേശിക്കാത്ത ഒരു പേര് ഒരിക്കലും അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിന് DC ഒരിക്കലും നൽകില്ല. അതായത് കട്ടൻ ചായയും പരിപ്പ് വടയും ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ജീവിതം എന്ന തലവാചകത്തിൽ ഇങ്ങനെ ഒരു പുസ്തകം ഇറങ്ങുമ്പോൾ അത് ഇ.പി.യെ പോലുള്ള ഒരാൾ അറിയാതെ DC ബുക്സ് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ സാധ്യതയില്ല. DC-യെ പോലെ വളരെ മാന്യതയുള്ള ഒരു പ്രസാധക സംഘം ഇപ്പോൾ ശരിക്കും പുലിവാൽ പിടിച്ചിരിക്കുകയാണ്. ഇ.പി. ജയരാജനെ പോലെ ജനസമ്മതനായ ജനങ്ങളുടെ ഇടയിൽ നിൽക്കുന്ന ഒരു നേതാവിൻ്റെ ആത്മകഥ തങ്ങൾക്ക് ലഭിച്ചു. തങ്ങൾ അത് നല്ല രീതിയിൽ ചെയ്ത് മാർക്കറ്റ് ചെയ്ത് ഇറക്കാൻ ഇരിക്കുന്ന അവസ്ഥയിൽ ആ വേളയിലാണ് ഇത്തരത്തിലൊരു പുലിവാല് DC-യെ തേടി എത്തിയിരിക്കുന്നത്. അപ്പോൾ നാം ആദ്യം പറഞ്ഞ ആ കാര്യത്തിലേക്ക് വരുമ്പോൾ ഇന്നിപ്പോൾ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഇ.പി. തൻ്റെ ഭാഗം ഒരു വേള വിശദീകരിക്കുമ്പോൾ താൻ അറിയാതെ പ്രസാധകർ ചെയ്തു എന്ന് പറയുമ്പോൾ ഏതായാലും DC-ക്ക് അദ്ദേഹം പുസ്തകത്തിൻ്റെ ഇതുമായി ബന്ധപ്പെട്ട പുസ്തകം പ്രസിദ്ധീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് DC-ക്ക് താൻ ഉറപ്പ് നൽകിയിട്ടില്ല എന്ന് പറയുമ്പോൾ ഒരിക്കലും അത് ശരിയാകാൻ സാധ്യതയില്ല. കാര്യം ഈ പുസ്തകത്തിൻ്റെ പ്രസിദ്ധീകരണവുമായി ബന്ധപ്പെട്ട ഉടമ്പടി രേഖയുണ്ടാകും, റോയൽറ്റിയെ സംബന്ധിച്ചിട്ടുള്ള രേഖകളുണ്ടാകും. എല്ലാ കാര്യങ്ങളും DC ബഹുമാനപ്പെട്ട ഇ.പി. ജയരാജനെ കൊണ്ട് ഒപ്പിട്ട് വാങ്ങിയ രേഖകൾ ഉണ്ടാകുക തന്നെ ചെയ്യും. അത് പാർട്ടി തലത്തിൽ അന്വേഷണം നടത്തുകയാണ് എന്ന് ഉണ്ടെങ്കിൽ അത് വെളിവാകുകയും ചെയ്യും. അപ്പോൾ ഇ.പി. പറയാത്ത കാര്യങ്ങളാണ് അതിൽ എഴുതി എന്ന് പറഞ്ഞ് ഇ.പി. ഇപ്പോൾ അവകാശപ്പെടുമ്പോൾ ഇ.പി. പറഞ്ഞുകൊടുത്ത് കേട്ടെഴുതിയ കണ്ണൂർ ദേശാഭിമാനിയിലെ ഒരു പ്രമുഖ പത്രപ്രവർത്തകനാണ് ഇ.പി.ക്കും ഈ DC ബുക്സിനും ഇടയിൽ ചാലകമായി ഉണ്ടായിരുന്നത് എന്ന് വ്യക്തം. ഏതായാലും ഇപ്പോൾ നടക്കുന്ന പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലെ സരിൻ്റെ സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ച് വരെ പ്രസ്തുത പുസ്തകത്തിൽ പരാമർശിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ ഇ.പി. അറിയാതെ ഇതെല്ലാം ആര് എഴുതി ചേർത്തു? ഇ.പി. പറയാത്ത കാര്യങ്ങൾ ആര് എഴുതി ചേർത്തു? ആരുടെ നിർദ്ദേശപ്രകാരമാണ് DC ഇതെല്ലാം എഴുതിയത്? ഇങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാം തന്നെ പാർട്ടിക്ക് അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടി വരും. ഏതായാലും DC ബുക്സിനെ പോലെ ഒരു പ്രസാധക സംഘവും മാതൃഭൂമിയും ആണ് ഈ പുസ്തകത്തിൻ്റെ പ്രസിദ്ധീകരണവുമായി പുസ്തകം ആത്മകഥ ഇ.പി.യുടെ ആത്മകഥ പ്രസിദ്ധീകരിക്കണം എന്നതിനെ സംബന്ധിച്ചുള്ള ഇ.പി.യുമായി ചർച്ച നടത്തിയ രണ്ട് പ്രസാധക സംഘങ്ങൾ. ഏതായാലും ഇനി DC ഈ പുസ്തകം ഇറക്കും എന്ന് തോന്നുന്നില്ല. ഈ വൈകിയ വേളയിൽ പോലും ഇന്ന് ഇപ്പോൾ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇ.പി.യുടെ ഈ ആത്മകഥ പുസ്തകവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കോലാഹലത്തിന് അദ്ദേഹത്തിൽ നിന്നുള്ള മറുപടി തേടാൻ വിളിക്കുമ്പോൾ പോലും DC ഇതിന് മറുപടി പറഞ്ഞിട്ടില്ല. ഏതായാലും പുസ്തകത്തിൻ്റെ അച്ചടിയും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെ ഇത്രയും ആയിരിക്കുന്ന വേളയിൽ നമുക്ക് അറിയാൻ കഴിയുന്നത് ഇനി DC ബുക്സ് ഈ പുസ്തകം പ്രസിദ്ധീകരിക്കില്ല എന്ന് തന്നെയാണ്. ഏതായാലും കോട്ടയം SP ഇ.പി.യുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ DC-യിൽ അതിൻ്റെ അന്വേഷണങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. എന്തായിരുന്നു ഇതുവരെ സംഭവിച്ചത്? ഇ.പി.യുടെ പരാതിയിൽ മേലുള്ള അന്വേഷണം കോട്ടയം SP ആരംഭിച്ചിട്ടുണ്ട്. മാതൃഭൂമി ബുക്സെ ഇനി ഏതായാലും ഇ.പി.യുടെ ആത്മകഥ ഇറക്കാൻ സാധ്യതയുള്ളൂ എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. ഏതായാലും പാർട്ടിക്ക്
പിന്നെ അവമതിപ്പ് ഉണ്ടാകുന്ന രീതിയിൽ അല്ലെങ്കിൽ താൻ പാർട്ടിയിൽ നിന്ന് നേരിട്ട ആത്മസംഘർഷങ്ങൾ ഒരു വേള തൻ്റെ ആത്മകഥയിൽ എഴുതിയിരുന്നത് ഒക്കെ ആണോ ഇപ്പോൾ ഇ പിയെ തന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസത്തെ തെരഞ്ഞെടുപ്പ് ചേലക്കരയിലെ തെരഞ്ഞെടുപ്പ് ദിവസം പുറത്തു വന്നത് എന്നുണ്ടെങ്കിൽ ഇനി മാതൃഭൂമി പ്രസിദ്ധീകരിക്കുന്ന ഇറങ്ങാൻ പോകുന്ന ആത്മകഥയിൽ ചിലപ്പോൾ CPMലെ ഇത്തരത്തിൽ CPMൽ ഉണ്ടായിരുന്ന ഉൾപാർട്ടി രാഷ്ട്രീയത്തിൻ്റെ അറിയാക്കഥകൾ ചിലപ്പോൾ മാതൃഭൂമി പ്രസിദ്ധീകരിക്കുന്ന EPയുടെ ആത്മകഥയിൽ ഉണ്ടായെന്ന് വരില്ല. ഏതായാലും ഒരു പാലക്കാട് തെരഞ്ഞെടുപ്പിൻ്റെ പടിവാതിക്കൽ എത്തി നിൽക്കുമ്പോൾ സരിൻ്റെ സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ച് വരെ EPയുടെ പുസ്തകത്തിൽ പരാമർശിക്കപ്പെട്ടു എന്ന് പറഞ്ഞത് പിറകെ തന്നെ EPയെ കൊണ്ട് പാലക്കാട് പ്രസംഗിക്കാൻ സരിനെ വാനോളം പുകഴ്ത്തി പ്രസംഗിക്കാനായി പാർട്ടി പറഞ്ഞേക്കുകയുണ്ടായി. ഇതാ ഇപ്പോൾ EPയോട് എന്താണ് അദ്ദേഹത്തിന് പറയാനുള്ളതെന്ന് കേൾക്കാൻ പാർട്ടി ഇന്ന് കമ്മിറ്റി കൂടിയിട്ടുണ്ട്. ഏതായാലും കമ്മിറ്റി കൂടിയിരുന്നാലും ആ വിഷയം അജണ്ടയിൽ ഉണ്ടായിരുന്നാലും ഏതായാലും EPയുടെ വിഷയത്തിൽ ഒരു വേള ചിലപ്പോൾ EPക്ക് പറയാനുള്ളത് പാർട്ടി കേട്ടേക്കാം. പക്ഷെ നടപടി ഇന്ന് ഉണ്ടാകില്ല എന്ന് തന്നെ സുവ്യക്തമാണ്. കാരണം ഈ ഒരു പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വരാൻ പോകുന്ന ഈ ഒരു അവസ്ഥയിൽ പാർട്ടി എന്തായാലും EPക്കെതിരെ ഒരു നടപടി ഇന്ന് പ്രഖ്യാപിക്കില്ല. EPക്കെതിരെ ഒരു നടപടി ഇനി അടുത്ത വരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റിലോ മറ്റ് ഉണ്ടാകാനേ സാധ്യതയുള്ളൂ. ഏതായാലും DC ബുക്സിനെ പോലെയുള്ള വളരെ മാന്യമായി പ്രസാധക രംഗത്ത് നിൽക്കുന്ന ഒരു പ്രസാധക സംഘത്തിന് EPയെ പോലെ ജനങ്ങൾക്കിടയിലുള്ള ഒരു നേതാവിൻ്റെ ആത്മകഥാ പ്രകാശനം വല്ലാത്ത പുലിവാലിലാണ് ചെന്ന് പെട്ടിരിക്കുന്നത്. ഏതായാലും സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൂടി EPയിൽ മേൽ വിചാരണ നടക്കട്ടെ. EPയുടെ വെർഷൻ EPക്ക് പറയാനുള്ളത് കേൾക്കട്ടെ. പാർട്ടി കോടതി എന്തോ എന്ന് തീരുമാനിക്കട്ടെ. ഏതായാലും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് മറ്റൊരു പുലിവാലിലേക്ക് അടുത്ത് എത്തിയിട്ടുണ്ട്. വോട്ടേഴ്സ് ലിസ്റ്റിലെ കൃത്രിമത്വം അത് മറ്റൊരു വലിയൊരു വിഷയമായി ഈ അന്തരീക്ഷത്തിൽ ഇപ്പോൾ ചർച്ചാ വിഷയമായിരിക്കുന്ന ഒരു അവസരത്തിൽ EPക്കെതിരെയുള്ള EPയുടെ നിലപാട് എന്താണ് പാർട്ടി കേട്ടത് എന്നുള്ളത് നമുക്ക് ഒരല്പം സമയം കൂടെ കാത്തിരുന്ന് കേൾക്കാം. EPയിൽ മേലുള്ള നടപടി വൈകും എന്ന് തന്നെ നമുക്ക് കരുതാം. നന്ദി, നമസ്കാരം.